പക്ഷേ ഞങ്ങൾക്കിവിടെ കേരളത്തിൽ ഇനിയൊരു മണിക്കൂർ പോലും ഇല്ല പുതുവർഷം പിറക്കാൻ. അവിടെ ദുബായിൽ എത്ര മണിയോട് കൂടിയാണ് പുതുവർഷം എത്തുക? എന്തൊക്കെ ആഘോഷ പരിപാടികളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ദിവ്യ, ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ. ഇനിയും സമയമുണ്ട്. ഇവിടെ ഏതാണ്ട് 9:30 ആയിട്ടുള്ളൂ. പക്ഷേ ഈ പറയുന്ന ആഘോഷങ്ങൾക്കൊക്കെ പറ്റിയ ക്ലൈമറ്റാണ് യു എയിലുള്ളത്. നല്ല തണുപ്പാണ്. ഏതാണ്ട് 16-17 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഉള്ളൊരു തണുപ്പ്. ആകാശത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടാണ് ഇത്തവണ യു എ കാണികളെയൊക്കെ അമ്പരപ്പിക്കുന്നത്. ഏതാണ്ട് അബുദാബി സായിദ് ഫെസ്റ്റിവലിൽ 62 മിനിറ്റ് ദൈർഘ്യമുള്ള വെടിക്കെട്ടാണ്. അത് റെക്കോർഡുകൾ മറികടക്കുന്ന ഒരു വെടിക്കെട്ടാണ്. ആ ഒരു ഷോ ഏതാണ്ട് 5 വേൾഡ് റെക്കോർഡുകളാണ് മറികടക്കാൻ പോകുന്നത്. ഏതാണ്ട് 6500ഓളം ഡ്രോണുകൾ അണിനിരക്കുന്ന മനോഹരമായ ഡ്രോൺ ഷോകളും നടക്കുന്നുണ്ട് അബുദാബി സായിദ് ഫെസ്റ്റിവലിൽ. പിന്നീട് ദുബൈയിലേക്ക് എത്തിയാൽ ദുബൈയിൽ ബുർജ് ഖലീഫ തന്നെയാണ് ന്യൂ ഇയർ സെലിബ്രേഷനുകളുടെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് തന്നെ പറയാം. ലേസർ ഷോയും അതുപോലെ തന്നെ ബുർജ് ഖലീഫയിലെ വെടിക്കെട്ടും കാണാൻ ഏതാണ്ട് വൈകിട്ട് 3 മണി 4 മണിയോടെ തന്നെ ഈ ഒരു മേഖലയിൽ ആകെ ആളുകൾ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. രാത്രി ഏതാണ്ട് 1 മണി 2 മണിയോട് കൂടി മാത്രമേ ആ ഒരു മേഖലയിൽ ആളുകൾക്ക് ഇറങ്ങാൻ കഴിയൂ. എങ്കിൽ പോലും ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടത്തിലെ അത്ഭുതങ്ങൾ കാണാൻ ആളുകൾ കാത്തിരിക്കും എന്നുള്ളതാണ് ദുബൈയിൽ നിന്നുള്ളൊരു കാഴ്ച. അതുകൂടാതെ ദുബായ് ഫ്രെയിമിലേക്ക് എത്തിയാൽ ഇത്തവണ ആദ്യമായി വെടിക്കെട്ടും അതുപോലെ തന്നെ ഡ്രോൺ ഷോയും ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നീട് അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തിയാൽ ഗ്ലോബൽ വില്ലേജിൽ 7 തവണയാണ് വെടിക്കെട്ട് നടക്കുക പുതുവത്സര രാത്രികളിൽ. രാത്രി 8 മണി മുതൽ രാത്രി ഏതാണ്ട് 1 മണി വരെ 7 വെടിക്കെട്ടുകൾ നടക്കും. അത് വിവിധ രാജ്യങ്ങളുടെ ടൈം സോണുകൾ അനുസരിച്ചിട്ടാണ് വെടിക്കെട്ടുകൾ നടക്കുന്നത്. ഇന്ത്യയിൽ പുതുവത്സരം പിറക്കുമ്പോൾ പോലും ദുബൈയിൽ ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിൽ ഫാമിലികൾക്ക് അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് പുതുവത്സരം ആഘോഷിച്ച് പോകാൻ പറ്റുന്ന സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്രത്തോളം സുരക്ഷിതമായി വന്ന് നമുക്ക് കുടുംബത്തോടൊപ്പം സുരക്ഷിതമായി വന്ന് പുതുവത്സരം ആഘോഷിച്ച് പോകാനുള്ളൊരു സുരക്ഷയാണ് ദുബൈയിൽ ആകെ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഈ പറയുന്ന അബുദാബി റാസൽ ഖൈമയിലേക്ക് എത്തിയാൽ റാസൽ ഖൈമയിൽ 6 കിലോമീറ്റർ നീളത്തിൽ 15 മിനിറ്റ് വെടിക്കെട്ട് നടക്കുന്ന ഒരു ലോക റെക്കോർഡ് ഇത്തവണയും റാസൽ ഖൈമ ലോക റെക്കോർഡ് മറികടക്കാനുള്ള അവരുടെ തന്നെ ലോക റെക്കോർഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് റാസൽ ഖൈമയിൽ നടക്കുന്നത്. അങ്ങനെ ദുബൈയിൽ ആകെ നോക്കിയാൽ യു എയിൽ ആകെ നോക്കിയാൽ ഇപ്പോൾ ഷാർജ ആണെങ്കിലും അതുപോലെ തന്നെ അജ്മാൻ ആണെങ്കിലും അങ്ങനെ യു എ എന്ന രാജ്യത്ത് ആകെ നോക്കിയാൽ 7 എമിറേറ്റുകളിലും നിരവധി വെടിക്കെട്ടുകളും അതുപോലെ തന്നെ ഡ്രോൺ ഷോകളും ഒക്കെയായി ആകെ ആകാശത്ത് വർണ്ണങ്ങൾ തീർത്തുകൊണ്ടാണ് ദുബൈ 2026 വരവേൽക്കുന്നത്. ദിവ്യ. യെസ് അക്ഷയ്, യു എ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് മലയാളികളുണ്ട്. ഇവിടെ നിന്ന് കുടുംബമായും അല്ലാതെയും ജോലിക്കായും ഒക്കെ അവിടെ എത്തി താമസിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരും വളരെ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി. മലയാളികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഈ കേന്ദ്രങ്ങളിലൊക്കെ ദുബൈയിലെ ട്രാഫിക്കും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഏതാണ്ട് വൈകുന്നേരം മുതൽ തന്നെ ആളുകൾ അവരവർ പ്ലാൻ ചെയ്ത കേന്ദ്രങ്ങളിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല ക്ലൈമറ്റാണ്, ആഘോഷങ്ങൾക്ക് പറ്റിയൊരു ക്ലൈമറ്റാണ്. ഞാൻ തന്നെ ഇവിടെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, കാരണം അത്രത്തോളം തണുപ്പാണ് ഇവിടെ. അതുപോലെ തന്നെ നാളെ യു എയിൽ അവധിയാണ്. അതിനാൽ തന്നെ പരമാവധി ഒരു എൻജോയ്മെന്റ് മൂഡിലാണ് ഇവിടുത്തെ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആഘോഷങ്ങൾക്ക് പ്രിപ്പയർ ആയിരിക്കുന്നത്. ഈ വെടിക്കെട്ടും ഡ്രോൺ ഷോയ്ക്ക് പുറമെ ബീച്ച് കാർണിവൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിജെകളാണെങ്കിലും കോൺസേർട്സ് ആണെങ്കിലും അങ്ങനെ സംഗീത പരിപാടികളാണെങ്കിലും അങ്ങനെ പലതരം പരിപാടികളുള്ളൊരു മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ ടൂറിസം ഹബ്ബാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ദുബൈയിലെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ദുബൈ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സജ്ജമായിരിക്കുകയാണ് പുതുവത്സരം ആഘോഷിക്കാൻ. പക്ഷെ കേട്ടോ, അവിടെ നാളെ പൊതുവധിയാണോ? യു എയിൽ നാളെ പൊതുവധിയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു തണുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് പരമാവധി പുലർച്ചെ വരെ ഇരുന്ന് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് വീടുകളിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം ഇവിടുത്തെ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. നാളെ പൊതു അവധിയാണ്. ഇവിടെ പാർക്കിംഗ് അടക്കം ഫ്രീ ആണ് നാളെ ദുബൈയിൽ. അതുപോലെ തന്നെ ദുബൈ ഗവൺമെന്റ് അല്ലെങ്കിൽ യു എ ഗവൺമെന്റ് നൽകുന്ന മറ്റൊരു കാര്യം, നാളെ മുതൽ ഇവിടെ ഇന്ധനവില കുറവാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇന്ധനവില ഓരോ ദിവസവും കൂടി വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ നാളെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഇന്ധനവില കുറയുന്നു എന്നുള്ളൊരു കാഴ്ച അക്ഷയ്, അതൊരു വലിയ കാര്യമാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങളിപ്പോ പാട്ടൊക്കെ പാടി ആഘോഷിച്ച് നടന്നാലും നാളെ രാവിലെ എണീറ്റ് ഓഫീസിൽ പോകണോ എല്ലാവർക്കും. ഇവിടെ അവധിയൊന്നും ഇല്ല. പക്ഷേ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അതൊരു വല്ലാത്തൊരു സൗകര്യമാണല്ലേ പൊതു അവധി കിട്ടുന്നു എന്നുള്ളത്.
ഉറപ്പായിട്ടും ഇവിടെയുള്ള ഒരുവിധം എല്ലാ ആഘോഷങ്ങളും ഏതാണ്ട് പുലർച്ചെ 3 മണി 4 മണി വരെ നീണ്ടു നിൽക്കും എന്നുള്ളത് തന്നെയാണ്. ഈ സംഗീത പരിപാടികളാണെങ്കിലും മറ്റാഘോഷങ്ങളാണെങ്കിലും. അപ്പോൾ ഈ 3 മണി 4 മണി വരെ നമുക്ക് മറ്റ് ടെൻഷനുകളില്ലാതെ ഇരുന്ന് ആഘോഷിക്കാം എന്നുള്ളൊരു സൗകര്യം UAE നൽകുന്നുണ്ട്. കാരണം നാളെ ഓഫീസിൽ പോകണ്ട, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എല്ലാ ജീവനക്കാരുടെയും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഭൂരിഭാഗം ആളുകൾക്കും നാളെ പൂർണ്ണമായി അവധിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. ശരി, അവിടെ മലയാളികളൊക്കെ പുറത്തുണ്ടോ? പ്രതികരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അക്ഷയ്? ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഗ്ലോബൽ വില്ലേജിലാണ്. ഇവിടെ ഒരു മലയാളി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ്. എങ്കിലും ഞാൻ വേണമെങ്കിലും ഒന്ന് പരിശ്രമിക്കാം. ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഹായ്, മലയാളിയാണോ? അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. മൊത്തത്തിലുള്ളൊരു കാഴ്ചയും കാര്യങ്ങളും കാഴ്ചയും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കൾച്ചേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളും അത് ഉണ്ട്. മൂപ്പർ മലയാളിയാണ്. മറ്റൊരു മലയാളി കൂടി കിട്ടിയിട്ടുണ്ട് ദിവ്യ. അപ്പോൾ എങ്ങനെയാ, എന്താ പേര്? എൻ്റെ പേര് ആസിഫ്. ആസിഫ്, എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഒരു UAE ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ കടക് മജ്ലിസിലെ വർക്ക് ചെയ്യണത്. പല വെറൈറ്റി കസ്റ്റമേഴ്സും വരുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ വെറൈറ്റി ഓഫ് മനുഷ്യന്മാരെ എല്ലാവരും കാണാം. പിന്നെ കൾച്ചറുണ്ട്, എല്ലാതും വെറൈറ്റിയാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്താ പേര്? എബ്രഹാം. എങ്ങനെയുണ്ട് ദുബായിത്തെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ? അല്ലല്ല, ഇവിടെ തന്നെയാണ് സെറ്റിൽ. അതെ അതെ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ നല്ല തണുപ്പൊക്കെ. അതെ അതെ. ഇവിടെ ഒരുപാട് ഫാമിലീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർ പ്രതികരിക്കുമെന്ന് അറിയില്ല. പൊതുവെ ഹായ്, എല്ലാവരും ഓടുകയാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ചുറ്റുമുള്ളവരെല്ലാവരും മലയാളികൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ആളുകൾ പ്രതികരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇവിടെ കുറച്ച് പ്രൈവസി മറ്റു ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് അങ്ങനെ ക്യാമറ എടുത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. 12 മണി ആയി കഴിഞ്ഞ് ഈ ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? നേരം പുലരുന്നത് വരെയൊക്കെ പരിപാടികളുണ്ടോ, അതോ അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ? ഇവിടെ ഏതാണ്ട് എല്ലാ പരിപാടികളും തന്നെ 3 മണി 4 മണി വരെയൊക്കെയാണ് UAE പരിപാടികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് അപ്രൂവോട് കൂടി സമ്മതത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. 10 മണിയാകുമ്പോൾ ഇവിടെ വന്നിട്ട് മൈക്ക് ഓഫ് ആക്കുക അല്ലെങ്കിൽ അത്തരം പരിപാടികളൊന്നും ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് മൊത്തം ഒരു ഫെസ്റ്റിവൽ കൺട്രിയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളെയും ആ രീതിയിൽ സ്വീകരിക്കുകയും ആ രീതിയിൽ ആഘോഷിക്കാൻ സമ്മതിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നൊരു രാജ്യമാണ് പൊതുവെ UAE. ശരി അക്ഷയ്, ഇനി അക്ഷയ് കിട്ടുമോന്ന് അറിയില്ല. അപ്പോൾ കിട്ടുമെങ്കിൽ അപ്പോൾ പറയാം, അല്ലെങ്കിൽ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ദിവ്യ.